ഹലോ ഹാപ്പി വീക്കെൻഡ്. അങ്ങനെ നമ്മൾ ഇന്നൊരു എക്സിബിഷൻ വന്നിരിക്കുകയാണ് കേട്ടോ. ഈവനിങ്ങിൽ അവിടെ തുടങ്ങാമെന്ന് വിചാരിച്ചു. നല്ല സാരികളിൽ നിന്ന് തുടങ്ങാം. എന്താ രസം, നല്ല അടിപൊളി സാരികൾ. ഇങ്ങനത്തെ എക്സിബിഷന് വരുമ്പോൾ നമ്മൾ കാണാത്ത വെറൈറ്റി യൂണീക്ക് പീസ് സാരികൾ. പണ്ട് നമ്മുടെ എക്സിബിഷൻ്റെ ഒരു വീഡിയോ ഭയങ്കര ഹിറ്റായിരുന്നു, ഓർമ്മ രമേശേട്ടന് ഭയങ്കര രസമായിരുന്നു. ഇപ്പോൾ അവിടെ അങ്ങനെ എക്സിബിഷൻ വരാറില്ല, പക്ഷേ ഇവിടെ എല്ലാ വർഷവും വരും. ഇതൊക്കെ എൻ്റെ അമ്മ വരണം. അമ്മയ്ക്കാണ് ഇങ്ങനത്തെ സ്ഥലത്തൊക്കെയുള്ള സാരി ഭയങ്കര ക്രേസ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഈ സാരിക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടോ. ഇവിടെ എല്ലാവരും ഇത് തന്നെ നോക്കിയിരിക്കുകയാണ്. ഇതാണ് ജാംദാനി സാരി. ഭയങ്കര ബ്യൂട്ടിഫുൾ സാരി കേട്ടോ. ഇത് ഓരോരോ സ്ഥലങ്ങളിലത്തെ സ്പെഷ്യൽ സാരികളൊക്കെയാണ് കൊണ്ടുവരിക. ഇത് ഒറ്റ പീസ് അല്ലെങ്കിൽ ഇതിൻ്റെ എല്ലാ കളറും ഉണ്ട്. ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പിസ്ത ഗ്രീൻ നല്ല ഭംഗിയുണ്ട്, നല്ല കളർ. ഇത് ഫുള്ള് കറങ്ങി വരാം അല്ലേ. എന്നിട്ട് എല്ലായിടത്തും ഇതിനേക്കാളൊക്കെ ഉണ്ടാവും. നാളെ ലാസ്റ്റ് ഡേ ആണ്, ബാക്കി എന്തെങ്കിലും നല്ല ഭംഗിയുണ്ട് അല്ലേ. ഇത് ഒറിജിനൽ ബനാറസി എന്നാണ് പറയണത്. 8500 മുതൽ 70,000 രൂപയുടെ വരെ സാരി ഇവിടെ ഉണ്ട് കേട്ടോ. 70,000. അതായത് സംഭവം ശരിയായിരിക്കും, ബനാറസിയിൽ നെയ്തതായിരിക്കും, പക്ഷേ ഈ കൊണ്ടുവന്ന ഡിസൈൻ എല്ലാം നല്ല തല്ലിപ്പൊളി ഡിസൈനുകളാണ്. 40% സിൽവർ ആയിരിക്കാം. നല്ല വിലയൊക്കെയുള്ള ബനാറസി, പ്യുവർ ബനാറസിക്ക് നല്ല വില ഉണ്ട്. പക്ഷേ സെലക്ഷൻ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, അത് എനിക്ക് അത്ര ഇഷ്ടമായില്ല. കാരണം നല്ല ബനാറസി, നമ്മളവിടെ പോയി കഴിഞ്ഞാൽ നല്ല ബനാറസി സാരികൾ കിട്ടും. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അല്ലേ. നല്ല ഭംഗിയുണ്ട്. ഒരു കല്യാണത്തിനൊക്കെ അടിപൊളിയായിട്ട് കൊടുക്കാം, നല്ല രസമുണ്ട്. ഇതിന് നല്ല ഭംഗിയുള്ള ഈ ഷെയ്ഡിലുള്ള ബ്ലൗസ് ഇങ്ങനെ നല്ല വർക്ക് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. ഭയങ്കര ഭംഗിയുണ്ട് ഈ സാരി. എന്താ പറയുക, സോഫ്റ്റ്. ഈ കശ്മീരി സിൽക്ക്, പഷ്മീന സിൽക്ക് എടുത്തു തന്നെ തോന്നില്ല. നമ്മളൊരു പഷ്മീനയുടെ ഷോള് വാങ്ങിയിട്ടുണ്ടായിരുന്നു കാശ്മീരിൽ പോയിട്ട്. ഇത് ഫുൾ കൊൽക്കത്ത സാരീസ് ആണ്. അപ്പോൾ ഇത് റോ സിൽക്കിൽ വരുന്നതാണ് കേട്ടോ. ചപ്പാത്തിക്കോല് എന്ത് രസമല്ലേ. ഓ എന്താ വെയിറ്റ്. നല്ല വില ഉണ്ട് കേട്ടോ, നല്ല വില ഉണ്ട്. വിലയ്ക്കനുസരിച്ച് ക്വാളിറ്റി ഉണ്ട്. മസാജർ പണ്ട് നമ്മളിത് വാങ്ങിയത് ഓർമ്മയുണ്ട് രമേശേട്ടനെ. പണ്ട് ഞങ്ങൾ ഡോംബിവില്ലി ആയിരുന്ന സമയത്ത് ഇങ്ങനത്തെ 2-3 എപ്പോഴും മഹാബലേശ്വർ. യെസ്, ഇത് കണ്ടപ്പോഴാണ് നമ്മുടെ കയ്യിൽ ഇപ്പം ഇതാകുമ്പോൾ നമ്മൾ തന്നെ ഇങ്ങനെ കൈയായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യണ്ടേ. ഇപ്പം നമ്മളൊരു സാധനം വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനെ കഷ്ടപ്പെട്ട് നമ്മൾ മസാജ് ചെയ്യുന്ന വേണ്ട ഒരു അടിപൊളി മസാജർ ഞാൻ കാണിച്ചു തരാം. ഇന്നലെ രാത്രി ഉണ്ടല്ലോ, നമ്മൾ ഒരുപാട് ലേറ്റ് ആയി. 11 മണിയെ എല്ലാ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് എത്താൻ എന്നേക്കാൾ കൂടുതൽ ഷോപ്പ് ചെയ്ത് രമേശേട്ടനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ഒന്ന് എടുത്ത് വെക്കണം. ഇന്ന് രാവിലെ ഇപ്പം നെക്സ്റ്റ് ഡേ ആയി. രാവിലെ ഞാൻ ജിമ്മിൽ പോയിട്ട് വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് തുറന്ന് നോക്കി എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാം. എന്താണ് വാങ്ങിയതെന്നും നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. അതിന് മുന്നേ ഇന്നലെ നമ്മളിങ്ങനെ നോക്കിയ സമയത്ത് ഒരു മസാജറൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞങ്ങളൊരു മസാജർ വാങ്ങിയിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ ആദ്യം ഞാൻ ഇതൊന്ന് മസാജ് ചെയ്തതിന് ശേഷം, കാരണം ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും നമുക്കൊന്ന് റിലാക്സും കാര്യങ്ങളൊക്കെ വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു അഗാരോൻ്റെ ആറ്റം പ്ലസ് ഹാൻഡ് ഹെൽഡ് ബോഡി മസാജർ. ഫുൾ ബോഡി നമുക്ക് മസാജ് ചെയ്യാൻ ഇനി താഴെ പാർലറിലൊന്നും പോകണ്ട. നമ്മളന്ന് തായ്ലൻഡിൽ പോയപ്പോൾ ഫുഡ് മസാജ് ചെയ്ത പോലെയാണ് നമുക്ക് അടിപൊളിയായിട്ട് ഫുൾ ബോഡിയിൽ ഇങ്ങനെ മസാജ് ചെയ്യാം കേട്ടോ. ഇതാണ് കേട്ടോ അഗാരോൻ്റെ ആറ്റം പ്ലസ് ഇലക്ട്രിക് ഹാൻഡ് ഹെൽഡ് ഫുൾ ബോഡി മസാജർ. നമുക്കിങ്ങനെ ഫുൾ ബോഡി ഇങ്ങനെ മസാജ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതേപോലെ ഇതിനൊരു കൺട്രോൾ നോബ് ഉണ്ട്. ഇത് ലോ സ്പീഡ് മുതൽ ഹൈ സ്പീഡ് വരെ ഇങ്ങനെ ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇതിൻ്റെ എർഗണോമിക് ഹാൻഡിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും കൈ പിടിക്കാം മസാജ് ചെയ്യാൻ എളുപ്പത്തിന്. 4 ഡിറ്റാച്ചബിൾ മസാജ് ഹെഡ്സും ഒരു പ്രൊട്ടക്റ്റീവ് മെഷ് കവറും ഉണ്ട് കേട്ടോ. അതേപോലെ തന്നെ ഇതിൻ്റെ ഫ്ലാറ്റ് ഹെഡ് നമുക്ക് ലാർജർ മസിൽസിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമുക്ക് കണ്ടോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഈ ക്ലോത്ത് മെഷ് കവർ നമ്മളെ ശരീരത്തിലുള്ള ഈ മുടികളും രോമങ്ങളൊന്നും നമുക്ക് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രൊട്ടക്ഷൻ കവർ പോലെയാണ് ഈ ഒരു സംഭവം. ഇത് വെച്ചിട്ടാണ് നമ്മൾ മസാജ് ചെയ്യുക കേട്ടോ. അപ്പോൾ അതിലൊന്നും ആവില്ല. ഇനി നമുക്കിത് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇതിൻ്റെ 28 വാട്ട് പവറാണ് ഇതിനുള്ളത്.
നമുക്ക് എങ്ങനെ സ്പീഡ് വേണമെങ്കിലും ആക്കാം. നമുക്ക് കയ്യിലോ മേലോ ഒക്കെ ഇങ്ങനെ ഇതുപോലെ നല്ല സുഖമായിട്ട് ഇങ്ങനെ മസാജ് ചെയ്യാം. ഭയങ്കര സുഖം കിട്ടും. ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുള്ളാണ്. ഇതിൻ്റെ പറയാൻ പറ്റില്ല 4 തരത്തിലുണ്ട്. അതിൽ ഓരോന്നിനാണ് യൂസ് ചെയ്യുക. ഇത് ബോൾ ഹെഡാണ്. ഇത് ആംസ്, ഫീറ്റ്, കാബ്സിനൊക്കെ വേണ്ടിയിട്ട്. അതായത് ഇതിൽ 4 ഓരോ യൂസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അതായത് ആ പെർട്ടിക്കുലർ സ്ഥലത്തിന് നല്ല സുഖം കിട്ടും. അത് ഏതാണോ വേണ്ടത് വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഉള്ളത് വേവി ഹെഡാണ്. ഇത് എൽബോ, അതേപോലെ നമ്മുടെ മുട്ട്, കൈമുട്ട്, കാൽമുട്ട്, ഈ വക സംഭവങ്ങൾക്കൊക്കെ ഭയങ്കര സുഖം തരുന്നതാണ്. ഇതിൽ എല്ലിലൊന്നും കൊള്ളാതെ, അതുപോലെ 15 മിനിറ്റ്സിൽ കൂടുതൽ ബോഡി മസാജ് ചെയ്യാൻ പാടില്ല, അങ്ങനെ ഉണ്ട്. ഇത് തായ്ച്ചി ഹെഡാണ്. ഇത് നമ്മുടെ ബാക്ക്, സ്പൈൻ, എക്വപഞ്ചർ അങ്ങനത്തെ സംഭവങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു സാധനം. ശരിക്കും ഇത് ആരെങ്കിലും ചെയ്തു തരണേ, അതും കൂടെ ഉണ്ട് കേട്ടോ, നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണേക്കാളും. അതേപോലെ തന്നെ ലോങ് പവർ കോഡാണ് ഇതിനുള്ളത്. ആരെങ്കിലും ചെയ്തു തരികയാണെങ്കിൽ കുറച്ചും കൂടി ഈസിയാണ്. പ്രോഡക്റ്റിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അങ്ങനെ ചെറിയൊരു മസാജ് സെഷൻ കഴിഞ്ഞു. ഇത് കഴിയുമ്പോഴേക്കും നമുക്ക് ശരിക്കും ഉറക്കം വരും കേട്ടോ. നല്ല സുഖമായിട്ടൊന്ന് കിടന്നുറങ്ങാൻ തോന്നും. നല്ല സുഖമാണ്, ബോഡിക്കൊക്കെ ഭയങ്കര സുഖമാണ്. സമയമില്ല, പക്ഷേ കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമുക്ക് ഇല്ലാത്ത പരിപാടികളില്ല. അതെന്താ വെച്ചാൽ ഇന്നാണ് മിത്തുക്കുട്ടിയുടെ, ഞാൻ പറഞ്ഞില്ലേ അന്ന് മലയാളോത്സവം നടന്ന മോണാക്ടിന് സെലക്ഷൻ കിട്ടി. അപ്പോൾ ഇന്ന് ഫുൾ മുംബൈ സോണിൻ്റെ പ്രോഗ്രാമാണ്. നമുക്ക് ഭാഗ്യത്തിന് ഉച്ചയ്ക്ക് ശേഷമാണ് മിത്തുവിൻ്റെ പ്രോഗ്രാം. ഡാൻസ് ഒക്കെയാണ് രാവിലെ 10 മണിക്ക് തുടങ്ങുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരത്തെ പോകണമായിരുന്നു. പക്ഷേ ഇത് ഉച്ചയ്ക്ക് ശേഷമായ കാരണം നമുക്ക് കുറച്ചൊരു റിലാക്സ് ഉണ്ട്. ജസ്റ്റ് ഞാൻ ആദ്യം വിചാരിച്ചു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ഉച്ചയ്ക്ക് ഊണ് കഴിച്ചിട്ട് പോകാമെന്ന്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല, നമ്മൾ കുറച്ച് ലേറ്റ് ആവും. അപ്പോൾ ഇന്ന് നമുക്ക് കുളിച്ച് ഫ്രഷ് ആയിട്ട്, അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് തീരുമാനിച്ചിട്ടില്ല. നമുക്ക് കുളിയൊക്കെ കഴിഞ്ഞ് കറക്റ്റ് ടൈമിൽ അവിടെ എത്താൻ പറ്റുമോ, അല്ലെങ്കിൽ അവിടുന്ന് ഫുഡ് കഴിക്കും, അല്ലെങ്കിൽ ഇവിടുന്ന് ഫുഡ് ഉണ്ടാക്കിയിട്ട് പോകും, അതൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പം അതിന് മുന്നേ ഞാൻ എന്തായാലും നിങ്ങൾക്ക് നമ്മുടെ ഹോൾ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പം ഞാൻ ഈ ഒരു സാരിയാണ് ഫൈനലി വാങ്ങിയത്. നല്ല ഭംഗിയില്ല, എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു കളറ്, ഒരു പേർപ്പിൾ, ലൈറ്റ് പേർപ്പിൾ ഷെയ്ഡിൽ ഗോൾഡൻ വർക്ക് വരുന്ന കത്താൻ സിൽക്ക് എന്നല്ലേ പറയാം, അതിൽ വരുന്നതാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബനാറസിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ അത് കാണിച്ചെന്നില്ല, എനിക്കതൊക്കെ എടുക്കണമെന്നുണ്ടായിരുന്നു. ഒന്ന് ഞാൻ ചിലപ്പോൾ ഒന്നും കൂടെ പോകാൻ ചാൻസ് ഉണ്ട്. മിത്തുകുട്ടർ അത് എപ്പോഴാണ് കഴിയാന്നറിയില്ല, അതാണ് പ്രശ്നം. അത് കഴിഞ്ഞിട്ട് പോയിട്ട് ഇന്നലെ കണ്ട ആ സാരി ഞാൻ ഒന്നും കൂടെ എടുത്താലും എന്നിങ്ങനെ ആലോചിച്ചു. ഇത് നമുക്ക് അത്യാവശ്യം ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ ഒരു ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ എടുക്കാം കേട്ടോ. നല്ല രസമുണ്ട്. അപ്പം ഞാൻ എന്താ പറയുക, ഇനിങ്ങനെ വിചാരിക്കുന്നുണ്ട്. മറ്റേത് ഇപ്പം അമ്മയുടെ പിറന്നാളിനൊക്കെ ആ സമയമാകുമ്പോൾ ഞാൻ ഇൻസ്റ്റാ സ്റ്റോറിൽ നിന്നൊക്കെ ധൃതി പിടിച്ച് എല്ലാം അറിയായിരുന്നു. അപ്പം രംഷേട്ടനാണ് പറഞ്ഞത്, നിനക്ക് ഇങ്ങനെ എവിടെയെങ്കിലും ഇതുപോലെ നല്ല നല്ല ഹാൻഡ്ലൂം കളക്ഷൻസോ അല്ലെങ്കിൽ നല്ല നല്ല മറ്റേ എക്സിബിഷനൊക്കെ വരുമ്പോൾ നല്ല നല്ല 1-2 പീസോ എടുത്ത് വെക്കുക. കാരണം എന്തായാലും നാട്ടിൽ പോകുമ്പോൾ കൊല്ലത്തിലൊരു കല്യാണോ പിറന്നാളൊക്കെ വരും. അപ്പോൾ ആ സമയത്ത് ഈ ഇൻസ്റ്റാഗ്രാം അതും ഇതൊക്കെ ഓടി പിടിച്ച് നമുക്ക് ഇഷ്ടമുള്ള കിട്ടൂല. അങ്ങനെ ചെയ്യണേക്കാളും നല്ലത് നല്ല ഭംഗിയിൽ ഏതെങ്കിലും 1-2 കണ്ടു കഴിഞ്ഞാൽ അതിങ്ങനെ എടുക്കുക. അപ്പം ഞാനൊരു ആലോചിച്ചു, ഇനി മുതൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പോകണത്. ഞാൻ ഒരു ബനാറസിയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പം അതെനിക്കത് അത്ര വില കൊടുത്തിട്ട് എനിക്ക് എടുക്കുമ്പോൾ ഒരു ടെൻഷൻ, അത് ഒറിജിനൽ ആവില്ലേ. ഒറിജിനൽ ആണെന്ന് അറിയാം, ഹാൻഡ്ലൂമൊക്കെ ആണ്, പക്ഷെ എന്നാലൊരു ടെൻഷൻ, അത് ചിലപ്പോൾ ഞാൻ ഒന്ന് പോയിട്ട് എടുത്തുകൊണ്ട് വരും. അപ്പം ഇതാണ് ഒന്ന്, അവിടെ ഇരിക്കട്ടെ. പിന്നെ ഞാൻ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഇത് കാണിച്ചു, ചെരുപ്പ്, ജൂത്തീസ്. അപ്പം ഇതൊരു പാദസരം പോലെ, പക്ഷെ ഇതിന് കിലുക്കല്ല കേട്ടോ. കിലുങ്ങുമ്പോൾ എന്താ വെച്ചാൽ എല്ലാവർക്കും ആ കിലുക്ക് ഇഷ്ടപ്പെടില്ലല്ലോ നടക്കുമ്പോൾ. നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ ബ്ലാക്ക് ഉണ്ടായിരുന്നു. ഈ കളർ എല്ലാത്തിനും മാച്ച് ആവും എന്നുള്ളതുകൊണ്ട് ഈ കളർ എടുത്ത് കുറച്ച് ഇതിങ്ങനെ ട്രഡീഷണൽ സൽവാസിൻ്റെ ഒക്കെ കൂടെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് വല്ല കല്യാണമൊക്കെ ഉണ്ടെങ്കിലൊക്കെ പെയർ ചെയ്യാം. അപ്പം അതുകൊണ്ട് ഇതൊന്ന് വാങ്ങിച്ചു. ഇത് തന്നെയാണ് ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. സാരി ഞാൻ പിന്നെ വെറുതെ എന്തിനാ പൈസ കളയുന്നത് ഞാൻ ആലോചിച്ചു തൊട്ടാണ്. ബാക്കി മുഴുവൻ രമേശേട്ടൻ്റെ ആണ്. രമേശേട്ടൻ എന്താണെന്ന് വെച്ചാൽ, രമേശേട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇന്ത്യൻ പ്രോഡക്റ്റുകൾ പല സ്ഥലത്തേക്കും എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും വാങ്ങിക്കുകയാണ് ചെയ്യാറ്. ഇപ്പോൾ കുറേ സ്ഥലങ്ങളിൽ പോയില്ലേ, അപ്പോൾ അവിടെയൊക്കെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വാങ്ങി. അപ്പോൾ രമേശേട്ടൻ ഇതുപോലെ ഇങ്ങനെ നല്ല നല്ല സാധനങ്ങൾ എവിടെയെങ്കിലുമൊക്കെ കാണുമ്പോൾ വാങ്ങി, ഇന്ത്യൻ സാധനങ്ങൾ കേട്ടോ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ഇപ്പോൾ യൂറോപ്പ് പോകുമ്പോൾ അവർക്ക് ഇന്ത്യൻ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഇഷ്ടമല്ലേ. അപ്പോൾ അതൊരു പണ്ടപ്പെട്ടിയില്ലേ നമ്മുടെ, അതിൻ്റെ ഒരു ചെറിയ വേർഷൻ. ഇത് ഒക്കെ ഒറിജിനൽ വുഡാണ് കേട്ടോ. ഇങ്ങനത്തെ എക്സിബിഷനിൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ വരും. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിച്ചു വയ്ക്കുക. പിന്നെ ഇത് ട്രേ യൂസ് ചെയ്യാത്തവരാരായിട്ടും ആരും ഉണ്ടാവില്ല. അപ്പോൾ വുഡൻ ട്രേസ്, ഇങ്ങനെ ടീ ആൻഡ് കോഫിയൊക്കെ ആക്കി വെക്കണ ട്രേ. പിന്നെ ആനയാണ് എപ്പോഴും വാങ്ങാറ്, ഇഷ്ടംപോലെ ആനകളുണ്ടാവും. പിന്നെ ഇത് നല്ല രസമുള്ളതാണ് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ടീയുടെ മാറ്റ് പോലത്തെ നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ഇത് കുറേ എണ്ണം വാങ്ങിച്ചിട്ടുണ്ട് രമേശേട്ടൻ. ഇതൊക്കെ അതന്നെയാന്ന് തോന്നുന്നു എനിക്ക്. കുറേ അങ്ങനത്തെ വാങ്ങിയിട്ടുണ്ട്. കുറേ എണ്ണം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഒരു 6-7 എണ്ണം വാങ്ങിയിട്ടുണ്ട്. ഇത് ഇവർക്ക് എപ്പോഴും ഇത് ആവശ്യം വരും. ട്രാവൽ ചെയ്യണതുകൊണ്ട് എപ്പോഴും ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ പോകുന്ന സ്ഥലത്തേക്ക് കൊടുക്കാൻ
ഇതെന്താ? ആഹാ കൊള്ളാലോ. ഇത് ഞാൻ കണ്ടിട്ടില്ല. ആ സമയത്ത് ഞാൻ സാരിയുടെ പിന്നാലെയായിരുന്നു. സൈക്കിള്. ഇത് ഞാൻ നമുക്ക് വീട്ടിലേക്കൊക്കെ വാങ്ങണം എന്നൊക്കെ വിചാരിച്ചതാണ്. പക്ഷെ നമ്മുടെ വീടുമായിട്ട് മാച്ചില്ല. ഒരു കേരള സ്റ്റൈൽ ഒരു വീട് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടൈപ്പ് ഓഫ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെയൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനത്തെ കുറേ ഉണ്ടായിരുന്നു. ഒരു രക്ഷയില്ല കേട്ടോ. അതേപോലെ സാരീസും അതെ, ബനാറസിൽ നിന്ന് വരുന്നവരാണ് അവർ. ഈ മുംബൈയിൽ ഇങ്ങനെ എക്സിബിഷൻ നടക്കുമ്പോൾ വരും. ബനാറസിൽ നിന്ന് നെയ്തിട്ട് അതേപോലെ കൊൽക്കത്ത സാരിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞാൻ വിചാരിച്ചു ഞാൻ അങ്ങനെ സാരി വിട്ട് നടക്കുന്ന ഒരു ആളൊന്നല്ല, അതുകൊണ്ട് വെറുതെ കളയണ്ടല്ലോ പൈസ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങിയില്ല. പക്ഷെ ഞാൻ നല്ല നല്ല കളക്ഷൻസ് ഒക്കെ കാണുമ്പോൾ അതൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനത്തെയൊക്കെയാണ്. ഇത് കുറേ അങ്ങനത്തെ കുറേ നരംശമുണ്ട്. അത് ഞാൻ തുറക്കണില്ല. തുറന്നവന് ഞാൻ തന്നെ ഇതൊക്കെ മടക്കി വെക്കണ്ടേ. അപ്പം അതുകൊണ്ട് ഞാൻ വാങ്ങിയത് ശരിക്കും എനിക്ക് ഈ ഒരു ചെരുപ്പും ഈ ഒരു സാരിയുടെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു കോഫി ബ്രൗൺ അവിടെ കണ്ടു. ഒരു രക്ഷയില്ല. ചിലപ്പോൾ ഞാൻ അത് പോയി വാങ്ങിക്കും. ഞാൻ എടുത്തതാണത് ആക്ച്വലി. എടുത്തിട്ട് ഞാൻ അവിടെ തന്നെ വെച്ചു. അത്ര ഭംഗിയുള്ള ഒരു കോഫി ബ്രൗൺ. അത് കല്യാണങ്ങൾക്ക് കൊടുക്കാം അങ്ങനെ സിൽവർ സെറി ആയിട്ട്. പിന്നെ അംബാനി അതും അവർ കാണിച്ചു തന്നു. നിത അംബാനി ഉടുത്ത സാരി, ബനാറസി സാരീസ് ഉണ്ടല്ലോ, ഭയങ്കര അടിപൊളി ഡാർക്ക്. എത്ര 60,000. ഞാൻ ഓക്കെ സന്തോഷം. അപ്പൊ അങ്ങനത്തെ വില കൂടിയതൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനത്തെ സ്റ്റോൾസിൽ. നല്ല നല്ലതൊക്കെ ഉണ്ട്. അപ്പൊ ഇത് നമ്മുടെ ഒരു റേറ്റിന് വരുന്ന സംഭവം. അപ്പൊ അതൊന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ. കുളിയൊക്കെ കഴിഞ്ഞ് നമുക്ക് പോകണം. നമ്മളിപ്പോ പൊടിപ്പിച്ച് കൊണ്ടുവന്ന സാധനങ്ങളാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അതായത് ആട്ടയായാലും സംഭവങ്ങളൊക്കെ ഇഷ്ടംപോലെ ടൈപ്പ് ഓഫ് ആട്ടകൾ ഇവിടെ കിട്ടൂല. അപ്പം അധികം ഞാൻ എപ്പോഴും പറയാറുണ്ട് രാത്രി ബാക്കറിയാണ് ഉണ്ടാക്കുക. ജോവറിൻ്റെ ബാക്കറി. ജോവർ ഭയങ്കര ഹെൽത്തിയാണ്. പിന്നെ റാഗിപ്പൊടി വാങ്ങും. റാഗി, ജോവർ, പിന്നെ അവിടെ വേറെ ചോളം കുറേയൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ എപ്പോഴും റാഗി, ജോവർ, പിന്നെ മറ്റേ ഗോതമ്പിൻ്റെ ആട്ട. പക്ഷെ നല്ല നല്ല അടിപൊളി ആട്ട, നല്ല ഫ്രഷ് ആയിട്ടുള്ള ആട്ട കിട്ടുമ്പോൾ. അപ്പോൾ ഗോതമ്പിൻ്റെ ആട്ട നമ്മൾ ഉച്ചയ്ക്ക് ചപ്പാത്തിയാണ് ഇവർ കൊണ്ടുപോവുക. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ രാത്രി എപ്പോഴും അധികം ബാക്കറി ആയിരിക്കും. പിന്നെ റാഗി നമ്മൾ പുട്ടുപൊടി, പുട്ട്, ഇടിയപ്പം. അപ്പം ഇന്ന് രാവിലെ റാഗിയുടെ പുട്ടായിരുന്നു. ഇടിയപ്പം അങ്ങനത്തെ സംഭവങ്ങൾ. ഇങ്ങനത്തെ ഒരു വലിയ ടിന്ന് നമ്മൾ പണ്ട് നാട്ടിലൊക്കെ വാങ്ങിച്ച പോലെ ഒരു 4 കിലോ 5 കിലോൻ്റെ വലിയ വലിയ ടിന്നുകളാക്കി വെക്കും എല്ലാ മാസവും. ഒരു 5 കിലോ എന്നുള്ള രീതിയിൽ. കാരണം ഇവിടെ റൈസ് ശരിക്കും പറഞ്ഞാൽ വളരെ കുറവ് മതി. കാരണം ചോറ് സാറ്റർഡേ സൺഡേ മാത്രമാണ് ഇവിടെ കഴിക്കുള്ളൂ. മൺഡേ ടു ഫ്രൈഡേ ചപ്പാത്തി ആയിരിക്കും ഉച്ചയ്ക്ക് കഴിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് ആക്കി വെക്കട്ടെ. ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെ ഡിമാർട്ടിലും അവിടെ ഇവിടെയൊക്കെ പോയിട്ട് നമ്മൾ വന്നപ്പോൾ രാത്രി 11 മണിയായി. അതൊന്നും ഞാൻ എടുത്ത് വെച്ചില്ല. അത് അങ്ങനെ അവിടെ വെച്ച് ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നാണ് ഇപ്പോൾ അതൊക്കെ എടുത്ത് ഒരു മാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി അതൊക്കെ റെഡിയാക്കി വെക്കണം. ഇതെന്നെ മനസ്സിലാവാൻ വേണ്ടി ഞാൻ എഴുതി വെക്കുന്നതാണ് ഗോതമ്പ് പൊടി. കാരണം ഇതിൽ ഏതാണ് ജോവർ ഏതാണ് ഗോതമ്പ് എന്നൊന്നും ആ സമയത്ത് എനിക്ക് മനസ്സിലാവില്ല. അപ്പം ഇതാണ് ജോവറിൻ്റെ. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ലേ, കണ്ടോ? ജോവറും ഇതും ഓൾമോസ്റ്റ് സെയിം ആണ് ഗോതമ്പിൻ്റെയും. പക്ഷെ പിടിച്ച് നോക്കിയാൽ മനസ്സിലാവും. അപ്പം ഞാൻ എന്ത് ചെയ്യും, റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ട് കറക്റ്റ് എഴുതി വെക്കുകയാണ്. നമ്മുടെ കിങ്ങിനെ മോളെ എക്സൈറ്റഡ് ആണ് കേട്ടോ. ഇന്ന് പോവല്ലേ. അപ്പം ഞങ്ങളിതേ ഇറങ്ങി. മിത്തുകുട്ടി ഇതാ ഇന്നും വീണ്ടും അരങ്ങത്തേക്ക്. ഇപ്പോൾ സമയം 1 മണി. നമ്മളൊരു 50 മിനിറ്റ്സിൽ നമ്മൾ അവിടെ എത്തും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അവിടെ ഫുഡ് ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ പുറത്തുനിന്നാണോ അവിടെ നിന്നാണോ അതൊക്കെ പിന്നെ അവിടെ ചെന്ന് അതിനൊക്കെ അനുസരിച്ച് തീരുമാനിക്കാം. നല്ല കുറേ ആൾക്കാരുണ്ടാവും. കാരണം ഇത് ഫുൾ മുംബൈ സോണല്ലേ. മിത്തങ്ങനെ പോകുമ്പോൾ എനിക്ക് ഞാൻ പണ്ട് കലോത്സവ വേദികളിൽ നിന്ന് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് എന്റെ സ്കൂൾ ജീവിതത്തില് ഇങ്ങനെ പാറി പറന്ന് നടന്നത് വണ്ടിയൊക്കെ നീങ്ങണില്ല. അപ്പൊ ഒന്ന് തള്ളിയതാ. കലോത്സവം എന്നുള്ള ദിവസം ഉണ്ടെങ്കിൽ ലീവ് എടുത്തിരിക്കും. അതായത് സ്റ്റേജും ഇഷ്ടമല്ല, കലോത്സവം ഇഷ്ടമല്ല, യൂത്ത് ഫെസ്റ്റിവൽ ഇഷ്ടമല്ല, അതൊന്നും ഇഷ്ടമല്ലാത്തൊരു മനുഷ്യനാണ്. അത്രയും വെറുപ്പ്. അത് എന്താ കാരണം? ഒന്നിനും പങ്കെടുക്കില്ല. ഈവൻ ഡ്രോയിങ് ഒക്കെ ഇത്ര നന്നായി ചെയ്യണമല്ലോ, അതുപോലെ പങ്കെടുക്കാത്ത ടീമാണ്. എന്റെ അമ്മയ്ക്ക് ഞാൻ കാരണം ആ ഒരു കാര്യത്തിൽ മാത്രം സന്തോഷിക്കാനുള്ള വകണ്ടായിട്ടില്ല. അതെ, ഇന്നും അമ്മയ്ക്ക് സങ്കടമാണ്. എന്നാലും ഒരു ദിവസം പോലെ യൂത്ത് ഫെസ്റ്റിവൽ എന്ന് കേട്ടാൽ ലീവ് എടുക്കും. പക്ഷെ എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. എന്നിട്ട് പണ്ട് എപ്പോഴോ ഒരു പ്രസംഗ മത്സരത്തിനാണ് കിട്ടിയത്. അന്ന് എന്റെ അമ്മ ലോകം കീഴ്പ്പെടുത്തിയ സന്തോഷത്തിലായിരുന്നു. അങ്ങനെ നമ്മൾ കറക്റ്റ് ടൈം ആകുമ്പോൾ തന്നെ നമ്മൾ ചേമ്പൂർ എത്തിയപ്പോൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ മലയാളോത്സവത്തിൽ ഓൾറെഡി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ചേമ്പൂർ വന്നു കഴിഞ്ഞാൽ നമ്മളിതേ ഇവിടെ പോവാതെ പോവില്ല കേട്ടോ. സണ്ണീസ് ഹോട്ടൽ സണ്ണി
ഭയങ്കര അടിപൊളി കേരള ഫുഡാണ്. എന്താ പറയുക, പ്രോപ്പർ ആ ഒരു കേരള ഫുഡ് നമ്മുടെ ഏരിയയിൽ നിന്ന് സത്യം പറഞ്ഞാൽ മിനിമം ഇതുവരെയെങ്കിലും വരണം എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നല്ല പൊറോട്ടയാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ എപ്പോഴും ഞാൻ ഒന്നെങ്കിൽ ബിരിയാണി, എത്രയൊക്കെ വെറൈറ്റി ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ പൊറോട്ട കേട്ടോ. അപ്പോൾ രംഷേട്ടനും മിത്തുക്കുട്ടിയും പൊറോട്ട വാങ്ങണുണ്ടപ്പോൾ എനിക്കൊരു ആഗ്രഹം. ഞാൻ അങ്ങനെ പൊറോട്ട കഴിക്കാറില്ല. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ അങ്ങനെ പൊറോട്ട അങ്ങനെ കഴിക്കാത്ത ഒരാളാണ്. എനിക്കെന്തോ പൊറോട്ട പറ്റാറില്ല അപ്പോൾ. പക്ഷെ എന്നാലും ഇവിടുത്തെ പൊറോട്ട എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഐ മീൻ നാട്ടിലത്തെ പൊറോട്ട, അതാണ് ഞാൻ ഉദ്ദേശിച്ച നാട്ടിലെ പോലത്തെ പൊറോട്ട. അതിൻ്റെ കൂടെ നല്ല ചിക്കൻ, മലബാർ ചിക്കൻ കറിയും നല്ല ചിക്കൻ കൊണ്ടാട്ടവും ഉണ്ടെങ്കിൽ പിന്നെ എന്താണ്. കുറേ കാലത്തിന് ശേഷം ഒരു മൂന്നാലും ഇല്ല അതിലപ്പുറം ഉണ്ടാവും കേട്ടോ പൊറോട്ട കഴിച്ചിട്ട്. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് പൊറോട്ടയെ കഴിച്ചുള്ളൂ, ഞാൻ ഫുള്ള് കഴിച്ചില്ല. ഞാൻ എനിക്ക് വേണ്ടി വെള്ളപ്പം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളയപ്പം അടിപൊളിയാണ്. വെള്ളയപ്പം ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും, എന്താ കോമ്പിനേഷൻ. സണ്ണീസ് നമ്മൾ ഒരിക്കലും വിടാറില്ല, അടിപൊളിയാണ് കേട്ടോ അവരെ താലിയൊക്കെ. അപ്പം നമ്മളിത് സണ്ണീസിൽ നിന്ന് നല്ല അടിപൊളി പൊറോട്ടയും ചിക്കനും ഒക്കെ കഴിച്ച് നമ്മുടെ അവിടെ ആക്ച്വലി നടക്കാനുള്ള ദൂരമേ ഉള്ളൂ സണ്ണീസിൽ നിന്ന്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഇതുപോലെ നടന്ന് ചെന്നിട്ടാണ് സണ്ണീസിൽ ഇങ്ങനെ ആദ്യമായിട്ട് കഴിക്കുന്നത്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം നമ്മൾ കറക്റ്റ് ടൈമിലാണ് കേട്ടോ എത്തിയത്. ഈ ഒരു സ്കൂളിലാണ്. പോയേക്കാം. പാട്ട് കേൾക്കുന്നുണ്ട് അല്ലേ. അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ വേദികളായിട്ടാണ്. മിത്തുൻ്റെ 7ാമത്തെ വേദി 7ആണ് എന്നാണ് പറഞ്ഞത്. നോക്കി നോക്കാം. അപ്പോൾ ഈ ചേമ്പൂർ ആദർശ വിദ്യാലയത്തിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കേന്ദ്ര കലോത്സവം. എന്ത് ഭംഗിയിലല്ലേ ബോർഡൊക്കെ. ശരിക്കും നമ്മുടെ നാട്ടിലൊരു യൂത്ത് ഫെസ്റ്റിവലിനെ ഒരു പ്രതീതിയാണ്. ഇതിങ്ങനെ എല്ലാ വർഷവും കാണിക്കാറുണ്ട്. നിങ്ങൾ നമ്മുടെ വ്ളോഗ് സ്ഥിരമായി കാണുന്നവരാണെങ്കിൽ മനസ്സിലാവും. രാവിലെ ഒരു 9:30-10 മണിക്ക് തുടങ്ങിയ പ്രോഗ്രാമാണ്. പക്ഷേ മിത്തുക്കുട്ടിയുടെ സ്ലോട്ട്, അതായത് മോണാക്ട് എന്നുള്ളത് ഉച്ചയ്ക്ക് 2:30-ആയിരുന്നു ടൈം. അപ്പം നമ്മൾ ആ സമയത്തേ വന്നുള്ളൂ. വെറുതെ രാവിലെ തന്നെ വന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചു. ഡാൻസ് കാര്യങ്ങളൊക്കെ രാവിലെ 10 മണി മുതൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഫുൾ മുംബൈ ആയിരുന്നു ഉണ്ടായിരുന്നത്. എത്ര കുട്ടികളുണ്ടെന്നുള്ളതിനൊരു കണക്കില്ല. 1000-ഓളം കുട്ടികൾ പങ്കെടുക്കുന്ന പല ഇതിലായിട്ടുള്ള മലയാളത്തിൻ്റെ ഇതുള്ള വേദികളാണ്. അപ്പം മിത്തുൻ്റെ മോണാക്ട് ഞങ്ങളൊരു 3-4 എണ്ണം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ മിത്തുൻ്റെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പോന്നു. കാരണം അത് മുഴുവൻ കാണാതിരിക്കുമ്പോൾ നമുക്ക് ലേറ്റ് ആവില്ല. എന്തായാലും നമുക്ക് തിരിച്ച് വീട്ടിലെത്താൻ കണ്ടു. ഇതാണ് തിരക്ക് എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും രസമായി തോന്നിയ കാരണം എല്ലാവരും കുട്ടികളെല്ലാം മുംബൈയിൽ പഠിക്കുന്ന കുട്ടികളാണ്. അത് മലയാളം എന്ന് പറഞ്ഞ സംഭവം നമുക്കിവിടെ ഇല്ല. എന്നാലും ഇപ്പോൾ ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ പിന്നെ ഓക്കെ നമ്മൾ ഡാൻസ് കളിക്കുക. പക്ഷേ ഈ പാട്ടായാലും കവിത ആയാലും അതിൻ്റെ മലയാളം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ആയാലും ആ ഒരു ഉച്ചാരണമൊക്കെ മലയാളത്തിൽ ഭയങ്കര നമ്മൾ നാട്ടിലെ പോലെ അത്രയും ഇതെടുത്തിട്ടാട്ടോ കുട്ടികൾ പഠിക്കുന്നത്. ഇവർ പഠിക്കുന്നില്ല, ഇവർ അറിയുന്നില്ല. ഇംഗ്ലീഷിൽ എഴുതിയെടുത്താലും ആ ഉച്ചാരണമൊക്കെ കറക്റ്റ് ആവണല്ലോ. അപ്പോൾ അതൊക്കെ ഭയങ്കര എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഈ ഡാൻസ് ആണെങ്കിലും നാട്ടിലെ ഡാൻസും കുട്ടികൾക്ക് ആ ഒരു റൂട്ട് കിട്ടും. അങ്ങനെ മിത്തുക്കുട്ടിയുടെ പ്രോഗ്രാം കഴിഞ്ഞ് നമ്മളിതാ പോവാണ്. മിത്തോസ് അടിപൊളിയായില്ലേ? നന്നായി പെർഫോം ചെയ്തു കേട്ടോ. അടിപൊളിയായി പെർഫോം ചെയ്തു. അവിടെ കുറേ പേരുണ്ട്. എല്ലാവരും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു നാട്ടിലെ രംഷേട്ടൻ ഇപ്പോഴാണോ അത് കാണുന്നത്? അല്ല ഇവിടെ ഇവിടെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസിന് വരാറില്ലേ രംഷേട്ടൻ? കാരണം ഞങ്ങൾ രാവിലെ 6 മണിക്ക് മേക്കപ്പ് ചെയ്യാൻ പോരും. മിത്തുനായിട്ട് മോണാക്റ്റിന് വരും. 1/2 മണിക്കൂർ നിന്നിട്ട് ഓടും. ഞങ്ങളുടെ ഗ്രൂപ്പ് ഡാൻസ് ഒക്കെ ചിലപ്പോൾ വൈകുന്നേരമൊക്കെ. ഇപ്പോൾ ഇവിടെ ഗ്രൂപ്പ് ഡാൻസ് നടക്കുക. എനിക്ക് സങ്കടം സഹിക്കാൻ വയ്യ കണ്ടിട്ട്. എന്ത് രസമാണ് ഡാൻസ് എന്ന് പറഞ്ഞാൽ. എനിക്ക് ഭയങ്കര ഒരു ഭ്രാന്താണ്. ഞാൻ പറയാൻ വന്നത് എന്താ വെച്ചാൽ കുറേ സബ്സ്ക്രൈബേഴ്സ്. അത് എല്ലാ വർഷവും നമ്മളല്ലേ എത്ര പേരെ അറിയാം, നമ്മളറിയുന്നവർ. അതും ഫുൾ മലയാളികൾ മാത്രമല്ലേ ഇവിടെ ഉണ്ടാവുള്ളൂ. നോൺ മലയാളീസിന് പാടില്ലല്ലോ. അപ്പം ഇനി നമ്മൾ തിരിച്ചു പോവാണ് അല്ലേ? യെസ്. അപ്പോൾ ഇന്നത്തെ ദിവസം അടിപൊളിയായി. നമ്മളത് അവിടെ ഇവിടെ എത്തറന്നായിട്ടില്ല അല്ലേ? 43 മിനിറ്റ് ഉണ്ട്. നമുക്ക് ഒന്ന് കറങ്ങി പോവാല്ലേ? ചുമ്മാ ഇപ്പൊ വീട്ടിൽ പോയിട്ട് കാര്യമില്ല. ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. മിത്ത് ഉറങ്ങുന്നുണ്ട്. നമുക്ക് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറങ്ങി നോക്കാം. ചെമ്പൂര് കൂടെ ഒന്ന് കറങ്ങിയാലോ? ചെമ്പൂര് ഇവിടെ അയ്യോട്ടാ മണീസ് പോയാലോ ചായ കുടിക്കാൻ? ഋഷിക്ക് ഒന്നും കഴിക്കണ്ട. നല്ല ഫിൽറ്റർ കോഫി കുടിക്കാൻ മണീസില്. കുടിക്കാൻ നല്ല ഫിൽറ്റർ കോഫി. അത് ശരിയാ. ഉറക്കത്ത് എണീറ്റായോ കോഫി? എനിക്ക് എന്റെ ഫ്രണ്ട്സിന്റെ വീടുണ്ട്, അവിടെ ഒന്ന് പോണം. അയ്യോ എന്റെ ദൈവമേ, എനിക്ക് വയ്യ. അല്ല പപ്പയ്ക്ക് ഡാൻസ് പോലെയാണ് അമ്മയ്ക്ക് സോഷ്യൽ ഇത് ചെയ്യാൻ. അതെ അതാണ്. അങ്ങനെ നമ്മളിതാ അവിടെയും ഇവിടെയൊക്കെ തേണ്ടി തിരിഞ്ഞ് ഇപ്പോൾ സമയം 6:30. ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ഇപ്പോൾ പോണ വഴിക്ക് നമ്മുടെ ഇവിടെ ടെർണ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് ഡോക്ടർ നീന പ്രസാദിൻ്റെ മോഹിനിയാട്ടം റിസൈറ്റിലുണ്ട്. അപ്പോൾ ഞാൻ രംഷേട്ടനോട് നമുക്ക് അതും കൂടെ കണ്ടിട്ടൊന്ന് പോവാം. നമ്മുടെ മലയാളോത്സവത്തിൽ ഒരുവിധ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് ഇത് കാണാൻ. അപ്പോൾ എന്തായാലും അതുവരെ വന്നിട്ട് അതൊന്നും കണ്ടില്ലെങ്കിൽ ഒരു വിഷമം. അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോവാം അല്ലേ? യെസ്. മുംബൈയിൽ എപ്പോഴും ഇങ്ങനെ ഓരോരുത്തരുടെ പ്രോഗ്രാംസ് നടക്കും. അതിപ്പോൾ കേരളത്തിൽ നിന്നായാലും അതല്ലാതെ ഇവിടെ തന്നെ ആയാലും നല്ല നല്ല പ്രോഗ്രാംസ്. പക്ഷെ എല്ലാതും നമുക്ക് കാണാനുള്ള ഒരു സമയം അവസരം ഒന്നും കിട്ടാറില്ല. കിട്ടിയ അവസരം നമ്മൾ വിടാറുമില്ല കേട്ടോ. Jyoti Hegde, we are entering into the music world of Dr. Neena Prasad today.
we are dedicating this festival towards the memory of ഭയങ്കര രസമായിരുന്നു കേട്ടോ ഡാൻസ് കാണാൻ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എന്നാലും ഭയങ്കര ഒരു എന്താ പറയുക, എന്ത് രസമായിരുന്നു. കുറച്ചധികം കുറേ നേരമൊന്നും നമുക്ക് ആ പെർഫോമൻസ് കാണാൻ പറ്റിയില്ല, കാരണം നെക്സ്റ്റ് ഡേ സ്കൂളും ഓഫീസൊക്കെ ഉള്ള കാരണം ഒരുപാട് ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ട് ഒരു 4-4 എണ്ണമൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ തന്നെ അത്യാവശ്യം നല്ല നേരം ആയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് ഭക്ഷണം ഉണ്ടാക്കാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. പറഞ്ഞ പോലെ ഫുൾ ഡേ നമ്മൾ പോയ പോലെയല്ലേ, നല്ല ടയർഡായി, പക്ഷെ നല്ല വേർത്തായിരുന്നു ഇന്നത്തെ ഡേ. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത പോലെ, ഒരുപാട് കാര്യങ്ങൾ കാണാൻ പറ്റിയ പോലെ, അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞ് നമ്മൾ കോഫി ഡേ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കുടിക്കാം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവിടെ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ദേ വീട്ടിലേക്ക് പോവാണ്. ഇന്നൊരു ഫുൾ ഡേ ഭയങ്കര രസമായി. ഇനി ഒരു അടുത്ത നെക്സ്റ്റ് വീക്കെൻഡിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ ദേ വീട്ടിലെത്തി. ഞാനൊരു ക്ലാസിക് കോൾഡ് കോഫിയും കൂടെ വാങ്ങിച്ചു. അതിന് പിന്നിലൊരു സന്തോഷമുണ്ട്. എന്താ വെച്ചാൽ നമ്മൾ വഴിയിൽ വെച്ചിട്ട്, അതായത് വീട്ടിൽ ജസ്റ്റ് ഇങ്ങനെ എത്തി ആ സമയത്താണ് നമ്മളൊരു കാര്യം ഇറങ്ങിയത്. മിത്തുകുട്ടിയുടെ മോണാക്ടിൻ്റെ റിസൾട്ട് വന്ന് മിത്തുകുട്ടിക്ക് ഫസ്റ്റ് ഉണ്ട്. അവിടെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ, എക്സൈറ്റഡ് അല്ല എന്തായാലും പറയാം, സന്തോഷം കൊണ്ട്. അപ്പോൾ ഫസ്റ്റ് പ്രൈസ് ഉണ്ട്. കഴിഞ്ഞ വർഷം പോകാൻ പറ്റാത്ത സങ്കടം തീർത്തു. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഫൈനലിന് കേന്ദ്ര കലോത്സവത്തിന് പോകാൻ പറ്റിയില്ല. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വർഷം 10th ആണ്, പ്രിലിംസ് നടക്കുന്ന ടൈമാണ്, പോകാൻ പറ്റുമോ അറിയില്ല. അപ്പോൾ എന്തായാലും അതിൻ്റെ ഭയങ്കര സന്തോഷമാണ്. മിത്തുകുട്ടി മോണാക്ടിന് ഫസ്റ്റ് അടിച്ചു. അതിൻ്റെ ആഹ്ലാദപ്രദമായി ഞാനിന്ന് ഒരു കോൾഡ് കോഫി കുടിച്ച് ഇരിക്കുകയാണ്. സോ ഇന്നത്തെ വീഡിയോ തൽക്കാലം നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.